السلام عليكم ورحمة الله وبركاته. الحمد لله الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على أشرف الأنبياء والمرسلين أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമസ്രണരായ വിദ്യാർത്ഥി മിത്രങ്ങൾ, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും വികാസ പരിണാമങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളിലും സങ്കടങ്ങളിലും അയത്നലളിതമായ മാറ്റത്തിൻ്റെ കുറ്റങ്ങൾ പണിയുന്ന അവസരത്തിൽ കടമകൾ മറക്കുമ്പോൾ അവകാശബോധം ശക്തിപ്പെടുന്നു എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങളോട് സംവദിക്കുവാൻ എന്നിൽ അവസരത്തിൽ വിധിയെഴുതിയ നാഥന സർവസ്വതിയും അൽഹംദുലില്ലാഹ്. പ്രിയരെ, കൃത്യമായ സംവിധാനങ്ങളിലൂടെ കടന്നു പോവുകയും ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത നിരവധി പ്രത്യശാസ്ത്രങ്ങളും ഇസങ്ങളും കടന്നുപോയിട്ടുണ്ട്. മനുഷ്യന്റെ പുരോഗതിയെയും അവന്റെ വൈകാരികതയെയും ഉണർത്തി ഈ രാജ്യത്തും അവർ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രങ്ങളിലും ഔന്നത്യത്തെ കൊള്ളുവാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് മനുഷ്യനെ വഴി നടത്തിയ മുഴുവൻ പ്രത്യശാസ്ത്രങ്ങളിലും കൃത്യമായി അവർക്ക് ആവശ്യമായ അറിവുകളും ഉത്ബോധനവും നൽകിയതായി നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടപ്പാട് എന്നുള്ളത് അവൻ ജീവിക്കുന്ന ഒരു ലോകത്ത് അവൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യശാസ്ത്രത്തിൽ വളരെ കൃത്യമായി സുതാര്യമായി സ്വമേധയാ നിർവഹിക്കേണ്ട ഒന്നാണ്. ശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ കടമ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. കൃത്യമായ ഇസ്ലാമിക വീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന നമ്മുടെ ഇന്നലെ ചരിത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് കടമകൾ നിറവേറ്റുന്നതിലൂടെയാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് കൃത്യമായ സംവിധാനങ്ങളിലൂടെ ഇവിടെയുള്ള ഇന്നത്തെ യുവതലമുറ കടന്നു പോകുമ്പോൾ അവരോട് ഉണർത്തുവാനുള്ളത് കടമകൾ മറന്നു പോവുകയും അവകാശബോധത്തിന് വേണ്ടി വീരം വാദിക്കുകയും ചെയ്യുമ്പോൾ അവകാശബോധം നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രങ്ങൾക്കും നിങ്ങളുടെ ഇംഗിതത്തിനും അനുസരിച്ച് മാത്രമായി രൂപീകരിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ ശബ്ദങ്ങൾ തീർക്കുവാൻ നമുക്ക് കഴിയണം. കടമകൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കടമകളിൽ അവകാശബോധത്തിന്റെ കൃത്യമായ ലാഞ്ചന വളർത്തിയെടുക്കേണ്ടത് ഈ സമൂഹമാണ്. പക്ഷേ എന്നാൽ അവകാശ സാമൂഹിക വ്യവസ്ഥകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കടമകളെ മറക്കുന്ന അവകാശബോധങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ഒരു തലമുറയായി ഭാവി തലമുറ വളർന്നു വരുമ്പോൾ അവരോട് ആശങ്കപ്പെടുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. കടമകൾ നിറവേറ്റുക, അവകാശബോധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുകയും അന്യന്റെ അവകാശങ്ങൾ മുഴുവൻ അപഹരിച്ചെടുക്കുവാനും വേണ്ടി ഇവിടെയുള്ള യുവതലമുറയും ഇവിടെയുള്ള നിലനിൽക്കുന്ന പ്രത്യശാസ്ത്രങ്ങളും രാഷ്ട്രീയ ഭരണകൂടവുമെല്ലാം കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ തിരുത്തായി മാറുവാൻ, ധാർമ്മികതയുടെ ശബ്ദമായി നമുക്ക് മാറുവാൻ കഴിയണം. കടമകൾ ഉയർന്നു വരേണ്ടത് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ, വിശിഷ്യ മുസ്ലിം എന്നുള്ള നിലയിൽ, നമ്മുടെ അയൽവാസി പട്ടണം നടക്കുമ്പോൾ വയറ് നിറക്കുന്നവരെങ്കിൽ പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞു പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ മാനദണ്ഡത്തിലല്ല, മറിച്ച് അത് നമ്മുടെ മനുഷ്യനെന്നുള്ള വിവേകത്തിന്റെ ഉന്മത്തയിൽ നിന്നും കണ്ടു രൂപപ്പെടേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അവകാശബോധങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിച്ചു കൂട്ടുന്ന യുവതലമുറകൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമര പരിപാടികൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്റെ അവകാശങ്ങൾ ഞാൻ എന്ന് പറയുന്ന ഒറ്റ സ്വത്വത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്ന വിശാലമായ അർത്ഥത്തിലാണ് കടപ്പാടുകളെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കൃത്യമായ സംവിധാനങ്ങളിലൂടെ പഠിച്ചു വളരുവാൻ, ധാർമ്മികതയുടെ നീരിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ഈ